ബ്രസ്റ്റ് ക്യാൻസറിൽ ക്യാൻസർ കോശങ്ങൾ ബ്രസ്റ്റിൽ നിന്നും അടുത്തുള്ള കക്ഷത്തിലുള്ള കടലുകളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സർജറിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റിലുള്ള ക്യാൻസർ കോശങ്ങൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം കടലുകളുടെ ഓപ്പറേഷൻ ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കക്ഷത്തിൻ്റെയും ബ്രസ്റ്റിൻ്റെയും ഓപ്പറേഷൻ ഒരേ സമയം ഒരേ മുറിവിലൂടെ നമുക്ക് ചെയ്യുന്നത് മുഖേന രോഗിക്ക് വേദന, തുടർന്ന് ഓപ്പറേഷന് ശേഷമുള്ള വേദനകൾ വളരെ കുറച്ച് ചെയ്യാൻ സാധിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്തനാർബുദത്തിലെ ക്യാൻസർ കോശങ്ങൾക്ക് ചുറ്റും നോർമലി ഉള്ള കുറച്ച് കോശങ്ങൾ കൂടെ നമ്മൾ എടുക്കുന്നതിനാൽ അതുകൊണ്ട് നമുക്ക് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഒരു പരിധിയിലധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. സ്തനാർബുദത്തിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് നെഞ്ചിന് മുകളിലുള്ള മസിൽ അല്ലെങ്കിൽ പേശികൾക്ക് മുകളിലുള്ള സ്തനത്തിൻ്റെ എല്ലാവിധ കോശങ്ങളെയും നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനാൽ തിരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞ് മാത്രമാണുള്ളത്. ഓപ്പറേഷന് ശേഷം ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് ചെറിയ രീതിയിലുള്ള നീരുകളും പഴുപ്പും വരാൻ സാധ്യതയുള്ളതിനാൽ അത് ഒഴിവാക്കാനായി നമ്മൾ ഡ്രെയിൻ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് ഡെയിലി നമ്മൾ ദിവസം തോറും നമ്മളത് ഒഴിവാക്കി അതിൽ നിന്ന് എത്ര വരുന്നു എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാണ് പൊതുവെ നമ്മൾ ഈ ഡ്രെയിൻ എന്നുള്ളത് രോഗിയിൽ നിന്നും ഒഴിവാക്കുന്നത്. ഡ്രെയിൻ വെച്ചിരിക്കുന്നത് രോഗിക്ക് വേദന ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകാമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ഒരു അനാവശ്യമായ ഭീതി മാത്രമാണ്. അവർക്ക് ഡ്രെയിൻ വെക്കുന്നത് മുഖേന വേദന വരാനോ ഡ്രെയിൻ ഒഴിവാക്കുന്ന സമയത്തോ ഡ്രെയിൻ വെക്കുന്നത് കൊണ്ടോ വേദന ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫങ്ഷണൽ അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം കൈകളുടെ ചലനശേഷിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തുള്ള കോസ്മസിസ് അല്ലെങ്കിൽ രൂപഭംഗിയിൽ വളരെ മോശമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിച്ച് ആ രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. ഓപ്പറേഷൻ സാധാരണഗതിയിൽ വളരെ വലിയ ആളുകളെ മനസ്സിൽ വളരെ പേടിപ്പെട്ടുകൊണ്ടാണ് രോഗികൾ ഓപ്പറേഷന് മടിച്ചിരിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ നൂതന സംവിധാനങ്ങളും വലിയ രീതിയിലുള്ള അനസ്തീഷ്യ അല്ലെങ്കിൽ മയക്കം കൊടുക്കുമ്പോഴുള്ള മാറ്റങ്ങളും മരുന്നുകളും അടിസ്ഥാനത്തിൽ വളരെ വേദന കുറഞ്ഞ രീതിയിലാണ് ഓപ്പറേഷൻ നടക്കാറുള്ളത്. ഓപ്പറേഷൻ സാധാരണഗതിയിൽ 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ചില രോഗത്തിനനുസരിച്ച് ചെറിയ സമയത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ കൂടി 1 മണിക്കൂറിനുള്ളിൽ സാധാരണഗതിയിൽ ഓപ്പറേഷൻ തീരാറുണ്ട്. ഓപ്പറേഷന് ശേഷം വൃത്തി ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിയുള്ള രീതിയിൽ നടക്കുന്നത് മുറിവ് പഴുക്കാതിരിക്കാനും മുറിവ് ഉണങ്ങുന്നതിന് സഹായമാകാനും സഹായിക്കുന്നതാണ്. അതിലുപരി നല്ല രീതിയിൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഭക്ഷണം, കോഴിമുട്ട, പാല്, ഇറച്ചി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുറിവ് ഉണക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. ഒട്ടുമിക്ക രോഗികളും സ്ഥിരമായി ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അവർ കഞ്ഞി, വെള്ളം, ജ്യൂസ് എന്നുള്ളവ മാത്രം ഉപയോഗിക്കുകയും ന്യൂട്രീഷണൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ മുറിവ് ഉണക്കാനുള്ള കഴിവിനെ അവർ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാത്തത് മുഖേന കുറയാനുള്ള സാധ്യതകൾ കൂട്ടിവരികയാണ്. ഓപ്പറേഷന് ശേഷം അന്ന് തന്നെ പേഷ്യൻ്റിനെ ICUയിലേക്ക് മാറ്റുകയും അതിനുശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം സാധാരണ നോർമലായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വേദന ഉള്ളതിനനുസരിച്ച് വേദനക്കുള്ള മരുന്നുകൾ നൽകുന്നു. ഓപ്പറേഷന് ശേഷം രോഗി പെട്ടെന്ന് നടക്കുകയും ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ തുടങ്ങുകയും ചെയ്യുന്നത് രോഗാവസ്ഥയിൽ നിന്നും മാറി ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്ന റിക്കവറി എന്ന സാഹചര്യത്തിനെ വളരെയധികം എളുപ്പം ആക്കി തരുന്നതാണ്. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.